പാലക്കാട്ടെ ചൂട് അറിയണമെങ്കിൽ ശരിക്കും ഗ്രാമപ്രദേശങ്ങളിലേക്ക് തന്നെ പോകണം. അതുപോലെ തന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൻ്റെ ആ ഒരു തോത് അറിയണമെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നിട്ടേ കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ചിറ്റൂരിലെ ഈ വേർക്കോലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം വരുന്ന ഒരു പ്രദേശമാണിത്. എങ്ങനെയുണ്ട് ചേട്ടാ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂടൊക്കെ നല്ല ചൂടാണ്. ചൂട് കൂടിയോ? ഇത്തിരി ചൂട് ഉണ്ടായിരുന്നു. ഇന്ന് ഇത്തിരി ഒരു ലേസം കമ്മിയായിട്ട് കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഈ പ്രദേശത്തുള്ള ക്ഷീര കർഷകരാണ് ഇവരെല്ലാവരും. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടെ പാലളക്കാൻ വേണ്ടി വൈകിട്ട് എല്ലാവരും ഒത്തുകൂടി ഇരിക്കുകയാണ്. ഏട്ടാ, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? എല്ലാ സമയവും ഇപ്പോൾ ഉണ്ട്, നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂട് ഒരു പരിധിവരെ LDFും കോൺഗ്രസും BJP ഇപ്പോൾ ഉണ്ട്, കുഴപ്പമില്ല. രമ്യ ഹരിദാസ് ആയിരുന്നില്ലേ MP? എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനം? വളരെ പ്രവർത്തനം നല്ലതെന്ന് പറയുകയാണെങ്കിൽ വളരെ മോശമാണ്. ഒരു ഉറുപ്പിക അവരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ വന്നിട്ടില്ല. രമ്യ ഹരിദാസ് നിന്ന് ജയിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ എത്തി നോക്കിയിട്ടേ ഇല്ല, ഞങ്ങൾക്ക് ആരാണെന്ന് അറിയൂല്ല. ഇത്തവണ ആര് ജയിക്കണം? രാധാകൃഷ്ണൻ ജയിക്കണം. ഏട്ടൻ അങ്ങനെ തന്നെയാണോ? രാധാകൃഷ്ണൻ ജയിക്കണം ഞാൻ പറയില്ല. മോദി സർക്കാരിന് ഒരു വോട്ട് നമ്മുടെ അപേക്ഷ. രമ്യ എങ്ങനെയായിരുന്നു പ്രവർത്തനം? രമ്യൻ്റെ പ്രവർത്തനം നന്നായിരുന്നു, അല്ല തെറ്റ് പറയാനൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഒരു മോദിൻ്റെ ഒരു തരംഗം ഉണ്ടല്ലോ, ആ ഒരു തരംഗം അത് അഭിപ്രായത്തിൽ അഭിപ്രായമൊന്നും കുഴപ്പമില്ല. അങ്ങനെ പറയുമ്പോൾ രമ്യ ഹരിദാസിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? അതൊന്നും കുഴപ്പമില്ല, പരിഹാരം നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്. ഒരു വോട്ട് രമ്യക്ക് വീണ്ടും ആലത്തൂരുകാർ കൊടുക്കും? ചിലപ്പോൾ കിടക്കും, കൊടുത്തുവിടാന്നില്ല. വേർക്കൊലിക്കാരുടെ മനസ്സെങ്ങനെയാട്ടോ പ്രാവശ്യം? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ടല്ലോ. രമ്യ നല്ല പ്രവർത്തനമായിരുന്നു. പ്രവർത്തനമൊക്കെ കുഴപ്പമില്ല. ഇത്തവണ ആര് ജയിക്കുന്ന കരുതുന്നത്? മാക്സിമം അതിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഈ അന്തരീക്ഷത്തിലുള്ള ചൂട് പോലെ തന്നെ ഈ ആലത്തൂരിലെ ചൂടും തെരഞ്ഞെടുപ്പ് ചൂടും ഉയർന്നു. അത് ശരിയാണ്. എങ്ങനെയുണ്ട് ഏട്ടാ, തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരുവിധം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ? അപ്പോൾ അതിന് വ്യക്തമായിട്ട് തെളിവ് പറയാൻ ആയില്ല. എന്നാലും ആര് ജയിക്കുക തന്നെ ഒരു സാധ്യത പറഞ്ഞാൽ മൂന്ന് നാല് വടിക്കാരും ഇപ്പോൾ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ രമ്യ പാട്ടും പാടി ജയിച്ചു എന്നൊക്കെ പറഞ്ഞത്, ഇത്തവണ അങ്ങനെ ജയിക്കുമോ? ജയിക്കും എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല. അല്ല, രമ്യയുടെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം? അതായത് അടുത്തുള്ള ആൾ പറഞ്ഞ മാതിരി ഇപ്പോൾ ആര് പോയ ശേഷം ഈ രംഗത്തൂടെ എത്തിയത് കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല അവിടെ. അതാണ് എനിക്ക്. ബിജു എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ബിജുവും അതുപോലെ തന്നെ രമ്യൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇത്തവണ മോദിക്ക് കൊടുക്കാന്നാണ്. മോദിക്ക് കൊടുക്കണം. മോദിക്ക് തന്നെയാണ് വോട്ട് പ്രാവശ്യം, എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ രമ്യ എന്ത് ചെയ്തു? PK ബിജു ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അയാളുടെ നല്ല പ്രവർത്തനമായിരുന്നു. സ്കൂളുകളിൽ, ആസ്പത്രികളിൽ അയാളുടെ MP ഫണ്ട് കഴിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ പിന്നീട് രമ്യ എങ്ങനെ ജയിച്ചു പോയേ? അത് അന്നത്തെ തരംഗം വന്നു പോയതാണ്, അല്ലാണ്ട് രമ്യനെ ആൾക്കാർ ആദരിച്ചു പോയതല്ല. തരംഗം വന്നപ്പോൾ പോയതാണ്. പിന്നെ ഇവിടെ അയ്യപ്പൻ തരംഗം വന്നു, അങ്ങനെ പോയത്. രമ്യക്ക് പ്രവർത്തനം നല്ല വിധത്തിലല്ല. അപ്പോൾ ഇത്തവണ അത്തരത്തിലൊരു തരംഗമൊന്നും ഉണ്ടാകില്ല. സൂപ്പറായിട്ടും ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ വരും. ഇവിടെ കുറേ ഏട്ടന്മാർ ഇവിടെ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, പാലളക്കാൻ വേണ്ടി വന്നിട്ട്. എന്താണ് ഏട്ടൻ്റെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ പാലക്കാരന്മാർക്ക് ഒരു പൈസ കിട്ടുന്നില്ല. മറ്റേ ആധാർ, ബാങ്ക് അക്കൗണ്ട് എല്ലാം വാങ്ങിച്ചിട്ട് പോയി. ഇതാ നാളെ വരും മറ്റന്നാൾ വരും പറഞ്ഞു. സൊസൈറ്റി പോയി ചോദിച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ട്രഷറി പണമില്ല. കൃഷിക്കാരൻ്റെ കാര്യം അളന്ന് 1.5 മാസമായി, 5 പൈസ കിട്ടിയിട്ടില്ല, നെല്ല് കയറ്റിയിട്ടുമില്ല. കടത്തിൻ്റെ മേലെ കട. കൃഷിക്കാരൻ ഇതുപോലെ നാറിയ കൃഷിക്കാരൻ വേറെ ഇല്ല. അതുകൊണ്ട് ആലത്തൂരിലെ കർഷകരും എല്ലാവരും ഇത്തവണ എങ്ങനെ ചിന്തിക്കും? രമ്യ ഹരിദാസ് 100% 1.5 ലക്ഷത്തിന് മേലെ ജയിക്കും. അപ്പോൾ രമ്യ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലോക്സഭയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 വർഷം കൊറോണ കാരണം ഫണ്ട് കിട്ടാത്ത കാരണം ചിലവഴിക്കാൻ പറ്റിയില്ല. അതിന് ശേഷം കിട്ടിയത് ചിലവഴിച്ചിട്ടുണ്ട്. രമ്യയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 1.5 ലക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ കൂടണം. നല്ലത് വരണേ കൂടണം. ഏട്ടാ, എങ്ങനെയാണ് പ്രതീക്ഷ? രമ്യയുടെ ഭൂരിപക്ഷം കൂടുന്നു ഒരു കൂട്ടർ പറയുന്നു രാധാകൃഷ്ണൻ ജയിക്കുന്നു. അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം ആര് ജയിക്കുമോ ആര് ജയിക്കില്ല എന്നുള്ളത്. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയില്ല. ഈ കർഷകർക്ക് ആരാ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു? എനിക്ക് കണ്ടവയില്ല. പിന്നെ ഞാൻ എന്താ പറയുന്നത്, കർഷകർക്ക് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ വളരെ പാലും കയറുന്നത് പെൻഷൻ കിട്ടുന്നുണ്ട്. കാര്യം എന്ത് പെൻഷൻ കിടക്കുന്നുണ്ട്. മുടങ്ങിയോ? മുടങ്ങി. അത് ഗവൺമെന്റിൽ പണമില്ലാണ്ട്. ഗവൺമെന്റിൽ പണമില്ല. എന്തായാലും ഈ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പെൻഷനും ഈ കർഷകരുടെ പ്രശ്നമൊക്കെ ചർച്ചയാവും. എല്ലാം ചർച്ച വരും. രമ്യ ഹരിദാസോ മോഡി സർക്കാർ ഒരു ഉറുപ്പിയോടെ കൊടുത്തിട്ടില്ല.
കേരളത്തിന് അവഗണിച്ച ചരിത്രമാണ് ഉള്ളത്. അതിന് പിണറായിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കണമെന്നില്ല, അയാൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കേസ് കൊടുത്തിട്ടാണ് ഈ പ്രാവശ്യം ഈ പെൻഷനൊക്കെ കൊണ്ടുവന്നത്. എന്നാൽ ആലത്തൂരുകാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യും. അതുണ്ട് എല്ലാവരും ഇതിൽ തന്നെ ഇവിടെ തന്നെ ഞങ്ങൾ 10-20 ആളുണ്ട്. 20 ആൾ 20 സൈസിലാണ് പറയുന്നത്. ആരും സത്യം തുറന്ന് പറയില്ല. തുറന്നു പറയാൻ ഒരു കൃഷിക്കാരും തയ്യാറില്ല. അതാണ് ആലത്തൂരിലെ ഈ കർഷകരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്, കർഷകരുടെ പ്രശ്നമാണ് പറയുന്നത്. ഇവിടെ കോവിഡ് സമയത്തെല്ലാം MP-ക്ക് ഫണ്ട് കിട്ടാത്ത കാര്യം ഉൾപ്പെടെ ഇവിടെ ചർച്ചയാവുന്നുണ്ട്. പെൻഷൻ മുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ആളുകൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്ത് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നാണ് ആലത്തൂരിലെ ഓരോ വോട്ടർമാരും പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.